വെൽക്കം ടു പ്രബ്സ്കേ. പ്രിയപ്പെട്ടവരെ, മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളം ക്ലാസ് തുടങ്ങിയിട്ട് മാസങ്ങളായി. നമ്മൾ ഓരോ മൊഡ്യൂൾ തീർത്തു വരികയാണ്. നമ്മൾ പതുക്കെ 7ാമത്തെ മൊഡ്യൂളിലേക്ക് പ്രവേശിച്ചു. 7ാമത്തെ മൊഡ്യൂളിൽ, കാരണം നമുക്കറിയാം പരീക്ഷ വളരെ അടുത്ത് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പരീക്ഷ എത്തിക്കഴിഞ്ഞാലുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമുക്കൊരു 1.5 മാസം 2 മാസം മുമ്പാണ് പുതുക്കിയ സിലബസ് വരുന്നത്. പുതുക്കിയ സിലബസിൽ എന്തായാലും കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാകും എന്നുറപ്പാണ്. കാരണം ഹയർ സെക്കൻഡറി പരീക്ഷയിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. ഹയർ സെക്കൻഡറി മലയാളത്തിൽ നമ്മൾ സിലബസ് മുഴുവൻ തീർത്തതിന് ശേഷം പിന്നീട് സിലബസിൽ അവരൊരു മാറ്റം വരുത്തി. അത് നമുക്ക് ഒരു 1.5-2 മാസം മുമ്പാണ് ആ സിലബസ് കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗം പിന്നീട് വേഗത്തിലെടുത്ത് തീർക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു മുന്നൊരുക്കം നല്ലതാണ്. സിലബസിൽ ഇന്ന മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്ന് നമുക്കറിയാം. കാരണം അതിൽ വിവർത്തന സാഹിത്യം വരാൻ സാധ്യതയുണ്ട്. സിനിമയും പരിസ്ഥിതി പ്രാധാന്യമുള്ള കൃതികൾക്ക് പ്രാധാന്യം കൊടുക്കാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് മുൻകൂട്ടി കാണാനായിട്ട് കഴിയണം. അപ്പം അതിൽ സിലബസിൽ ഹയർ സെക്കൻഡറിയിൽ ചെയ്തത് 10 മൊഡ്യൂളുകളാക്കി മാറ്റി. ഓരോ മൊഡ്യൂളും 7 മാർക്കിന് വീതമായിരുന്നു. അതിൽ വിവർത്തനം ഒരു മൊഡ്യൂൾ തന്നെയായിരുന്നു. സിനിമയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു മാറ്റം നമ്മൾ ഈ HSAയുടെ അല്ലെങ്കിൽ HSTയുടെ സിലബസിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് പാഠഭാഗങ്ങൾ ഇങ്ങനെ തീർന്നു വരികയാണ്. 7ാമത്തെ മൊഡ്യൂൾ നമുക്കറിയാം ദൃശ്യകലയുമായി ബന്ധപ്പെട്ടതാണ്. തിരക്കഥ, ആട്ടക്കഥ, തുള്ളൽ, നാടകം, സിനിമ എന്നുള്ളതാണ് ആ മൊഡ്യൂൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ആട്ടക്കഥ വളർച്ചയും വികാസവും, മലയാളത്തിലുണ്ടായിട്ടുള്ള ആട്ടക്കഥ മാത്രം പോരാ, നമുക്കവിടെ കൃഷ്ണനാട്ടം, രാമനാട്ടം, കൂടിയാട്ടം, കൂത്തിന്റെ വിഭാഗങ്ങൾ എല്ലാം നമ്മൾ അവിടെ ചർച്ച ചെയ്തു പോവേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രധാനപ്പെട്ട ആട്ടക്കഥകളെ കുറിച്ച് മുഴുവൻ നമ്മൾ പറയേണ്ടതുണ്ട്. ആട്ടക്കഥകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കൃതികൾ പരാമർശിക്കേണ്ടതുണ്ട്. ഇപ്പൊ കോട്ടയം കൃതികൾ, കോട്ടയത്തിന്റെ കോട്ടം വിട്ട 4 കോട്ടയം കഥകൾ അത് പറയേണ്ടതുണ്ട്. അതേപോലെ അശ്വതി തിരുനാളിന്റെയും കാർത്തിക തിരുനാളിന്റെയും ആട്ടക്കഥകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഇരയിമ്മൻ തമ്പി നളചരിതം ആട്ടക്കഥ വിശദമായ പഠനത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്തരാ സ്വയംവരം, ദക്ഷയാഗം, കീചകവധം എന്ന ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിലൂടെ നമ്മൾ കടന്നു പോന്നിട്ടുണ്ട്. അതിനുശേഷം വരുന്ന NV കൃഷ്ണവാര്യരുടെയും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഈ മേഖലയിൽ ആട്ടക്കഥാകാരന്മാരല്ലാത്ത മേഖലയിലുള്ള ആളുകൾ ആട്ടക്കഥകൾ രചിച്ചിട്ടുണ്ട് അല്ലേ. തുളസീവനത്തിന്റെ എല്ലാം ആട്ടക്കഥകൾ വിശദമായി നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഏതാണ്ട് സമ്പൂർണമാണ്, ആട്ടക്കഥാ സാഹിത്യം സമ്പൂർണമാണ് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്രയും വിശദമായിട്ട് നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വള്ളത്തോൾ കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തുള്ളൽ നമ്മൾ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഓരോ തുള്ളലിലെയും പ്രധാനപ്പെട്ട വരികൾ എടുത്തിട്ട് നമ്മൾ 400ഓളം വരികൾ തന്നെ ഇന്ന് കൃതിയിൽ, കനകം മൂലം കാമിനി മൂലം എന്ന വരി ഏത് കൃതിയിലാണ് എന്ന് ചോദിക്കുമ്പോൾ അതും നമ്മൾ ആ രീതിയിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. തുള്ളലിന്റെ എല്ലാ വിഭാഗവും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവാൻ സാധ്യതയില്ല. മറ്റൊന്ന്, നാടകം, മലയാള നാടകത്തിന്റെ പഞ്ചധാരകളിലൂടെയുള്ള വികാസത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സംസ്കൃത നാടകത്തിന്റെ വിവർത്തനം, ഷേക്സ്പിയർ നാടകങ്ങളുടെ വിവർത്തനം, അതേപോലെ സ്വതന്ത്ര നാടകങ്ങൾ, തമിഴ് സംഗീത നാടകങ്ങൾ, പുരാണ ഇതിഹാസങ്ങളുടെ പുനരാഖ്യാനങ്ങളായിട്ടുള്ള നാടകങ്ങൾ, അബ്സൈഡ് നാടകങ്ങൾ, അതേപോലെ തന്നെ തെരുവ് നാടകങ്ങൾ, വെള്ളേരി നാടകങ്ങൾ എന്നുവേണ്ട നാടകത്തിലെ തനത് നാടകങ്ങൾ വിശദമായി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേക്കുറിച്ചൊന്നും ഒരു ആവലാതിയും പ്രശ്നങ്ങളും നമുക്കുണ്ടാവാൻ സാധ്യതയില്ല. ഇനി ഏറ്റവും അത്യന്താധുനികമായ നോവലുകൾ വരെ നമ്മൾ ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഇനി എന്തെങ്കിലും അതിൽ കൂട്ടിച്ചേർക്കൽ വരികയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് അത് ദ്രുതഗതിയിൽ തീർക്കാവുന്നത് മാത്രമേ ഉള്ളൂ എന്നാണ് നാടകത്തെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത് വരുന്ന നവീന ഇബ്സനിസം നമ്മൾ പറഞ്ഞു. അബ്സൈഡ് നാടകങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. തനത് നാടകങ്ങളെല്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് സിനിമയെക്കുറിച്ചുള്ള ക്ലാസ്സുകളാണ്. സിനിമയിൽ നിങ്ങൾക്കറിയാം ഈ സിനിമ എന്തായാലും കൂട്ടിച്ചേർക്കപ്പെടും. മലയാളത്തിലെ പ്രധാനപ്പെട്ട തിരക്കഥകൾ സിനിമയുമായി ബന്ധപ്പെട്ടത് സാധാരണ മലയാള സിനിമയായിരുന്നു സാധാരണ വരാറുള്ളത്. പക്ഷേ ഈ ഹയർ സെക്കൻഡറിയിൽ നമ്മൾ ലോക സിനിമയുമായി ബന്ധപ്പെട്ട്, ഇന്ത്യൻ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് സിനിമയിൽ നിന്നുള്ള മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള 10 ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ പ്രധാനപ്പെട്ട സിനിമകൾ,
ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സിനിമകൾ, അതിൽ പാശ്ചാത്യ സിനിമകളുടെ ചുവട് പിടിച്ചുകൊണ്ടുണ്ടായിട്ടുള്ള സിനിമകൾ, ബംഗാളിൽ ഉണ്ടായിട്ടുള്ള സിനിമകൾ, തമിഴിൽ ഉണ്ടായിട്ടുള്ള സിനിമകൾ, ഇതെല്ലാം പ്രധാനമായിട്ട് നമ്മളൊന്ന് നോക്കി പോവേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ കാലം ഓടിയ സിനിമകൾ, സിനിമയിൽ നിന്ന് പ്രധാനമായിട്ട് വരുന്നത് സംവിധായകന്മാരുടെ പേര് ചോദിക്കും. അതേപോലെ തന്നെ സിനിമയ്ക്ക് ആധാരമായിട്ടുള്ള സാഹിത്യകൃതികൾ ചോദിക്കും. സിനിമയുമായി ബന്ധപ്പെട്ട ഇക്കഴിഞ്ഞ ദിവസം ഇന്നലെ ചോദിച്ചു, സിനിമയുടെ വ്യാകരണം എന്ന് പറയുന്ന കൃതി ആരാണ് എഴുതിയത്? അങ്ങനെ സിനിമയുമായി ബന്ധപ്പെട്ട് 2-3 ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ആ മേഖലയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയുള്ള ചോദ്യങ്ങളാണ്, കുട്ടികൾ എപ്പോഴും ചോദിക്കുന്നതാണ്, സിനിമയിൽ നിന്നുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് വരിക, എന്താണ് സിനിമയിൽ നമ്മൾ പഠിക്കേണ്ടത്? സിനിമ നമുക്ക് വളരെ ഇഷ്ടമാണ്, സിനിമ നമ്മൾ ധാരാളം കാണാറുണ്ട്, പക്ഷെ സിനിമയിൽ നിന്നുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് സിനിമയിൽ നിന്ന് ഒരു 10 ചോദ്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഓരോ മൊഡ്യൂളും ഇങ്ങനെ HSIക്ക് തീർത്തു വരികയാണ്. ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ ഒരു മോഡൽ പരീക്ഷയുടെ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഏതാണ്ട് പാഠഭാഗങ്ങൾ തീർന്നു കഴിഞ്ഞാൽ ഓരോ മൊഡ്യൂളും നമ്മൾ തീർത്തു വരികയാണ് സമയബന്ധിതമായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡെയിലി നടക്കുന്ന പരീക്ഷകൾക്ക് പുറമെ, ആഴ്ചയിൽ നടക്കുന്ന പരീക്ഷകൾക്കും പുറമെ നമ്മൾ ഒരു ഫുൾ മോഡൽ പരീക്ഷ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ പരീക്ഷയാകുമ്പോഴേക്ക് നമ്മൾ ഫുൾ സജ്ജരായിട്ട് വേണം പരീക്ഷയ്ക്ക് പോവാൻ. എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ അത് തീർത്തു പോകണമെങ്കിൽ നമുക്ക് ടൈം വേണം. അതുകൊണ്ട് മുന്നേ തീർത്തു വെക്കുക എന്നുള്ളതാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനം. പ്രബ് സ്കെയിൽ എക്കാലത്തും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ LP-UPയുടെ ക്ലാസ്സിലായാലും അതേപോലെ HSI ക്ലാസ്സുകളിലായാലും നമ്മൾ നേരത്തെ വളരെ മുൻപേ തന്നെ പാഠഭാഗങ്ങൾ തീർത്ത് വിദ്യാർത്ഥികളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ദൂരീകരിച്ച് ആവശ്യമായ മോഡൽ പരീക്ഷകൾ ആവശ്യമുള്ള അത്രയും നടത്തിയിട്ടാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്കറിയാം, പ്രബ് സ്കെയിൽ എന്നും ഒരുപടി മുൻപിലാണ് അധ്യാപക തസ്തികകളിലെ പരിശീലനങ്ങളിൽ. നിങ്ങൾക്കറിയാവുന്നതാണത്. ഒരുപക്ഷെ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് ഏറ്റവും കൂടുതൽ അധ്യാപകരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു മൊബൈൽ ആപ്പാണ് പ്രബ് സ്കെയിൽ എന്നും നിങ്ങൾക്കറിയാം. അതിന് മതിയായ കാരണങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം. നമ്മുടെ കുട്ടികളോട് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഇവിടുത്തെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് എന്ന്. ഓക്കെ, നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത് സിനിമയിൽ നിന്നുള്ള 10 ചോദ്യങ്ങളാണ്. അത് ഞാൻ വേഗത്തിലൊന്ന് പറഞ്ഞു പോവാം. അപ്പോൾ എങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സിനിമയിൽ നിന്ന് നിങ്ങൾ എങ്ങനെ പഠിക്കണം, ഏത് ആംഗിളിലൂടെയാണ് സിനിമ പോകുന്നത്, ചോദ്യങ്ങൾ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു 10 ചോദ്യങ്ങളുമായി ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ആണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സിനിമയിൽ നിന്ന് എങ്ങനെ ചോദ്യങ്ങൾ വരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പമുണ്ടാകും. ഒന്നാമത്തെ ചോദ്യം, പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ സിനിമ ഏത്? ഇത് 2022 HSIക്ക് ചോദിച്ച ചോദ്യമാണ്. 4 ഉത്തരം നൽകിയിട്ടുണ്ട്: നീലക്കുയിൽ, ബാലൻ, ചെമ്മീൻ, വിഗതകുമാരൻ. നമുക്കറിയാം, മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 4 സിനിമകൾ തന്നെയാണ് ABCDയിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇതിൽ പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ സിനിമ എന്ന് പറയുമ്പോൾ ഏതാണ്? ചെമ്മീനാണ് ശരിയുത്തരം. പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ സിനിമ എന്നുള്ളത് ശരിയുത്തരം ചെമ്മീനാണ്. 1965 ഈ സിനിമ പുറത്തിറങ്ങുന്നതും ഇതിന് പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ ലഭിക്കുന്നതും. ഇത് രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത സിനിമയാണ് ചെമ്മീൻ. തകഴിയുടെ വളരെ പ്രസിദ്ധമായ നോവലിനെ ആസ്പദമാക്കി മലയാളത്തിലുണ്ടായിട്ടുള്ള ഒരു സിനിമയാണ്. തൃക്കുന്നപ്പുഴ കടപ്പുറം, ശരിക്കു പറഞ്ഞാൽ പുറക്കാട് എന്ന് പറയുന്ന ദേശത്താണ് ഇത് ചിത്രീകരണം നടന്നിട്ടുള്ളത്. അന്ന് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സിനിമയാണ്. ഇത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഇസ്മയിൽ മർച്ചന്റ് എന്ന് പറയുന്ന ഒരാള് അത് ഇംഗ്ലീഷിലേക്ക് ഇത് മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട് എന്ന കാര്യവും നിങ്ങൾ അറിയുക. അതിൽ പളനി, പരീക്കുട്ടി, കറുത്തമ്മ എന്നീ കഥാപാത്രങ്ങൾ വളരെ പ്രസിദ്ധരായിരുന്നു. സത്യൻ, ഷീല, മധു എന്നിവരെല്ലാം ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രസിദ്ധമായ ഒരു സിനിമയായിരുന്നു ചെമ്മീൻ. വലിയ റിക്കാർഡ് കളക്ഷൻ ഉണ്ടാക്കിയ ഒരു സിനിമയുമായിരുന്നു ചെമ്മീൻ എന്നുള്ളത് നമ്മൾ ഓർക്കുക. SL പുരം സദാനന്ദന്റെ തിരക്കഥയായിരുന്നു
എന്നും ഈ തരുണത്തിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഓർത്ത് വെക്കേണ്ടതായിട്ട് ഉണ്ട്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടുന്ന സിനിമ എന്ന പേരും ചെമ്മീനുണ്ട്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടുന്നത് ചെമ്മീനാണ് എന്നും നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുന്നത് നല്ലതായിരിക്കും. ഏതെങ്കിലും തരത്തിൽ അതൊക്കെ ചോദ്യമായി വന്നേക്കാം. ഇനി നീലക്കുയിൽ എന്ന് പറയുന്നത് രാമു കാര്യാട്ടും പി ഭാസ്കരനും ചേർന്ന് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അതിന് പ്രസിഡന്റിന്റെ വെള്ളി മെഡൽ നേടിയിട്ടുണ്ട് നീലക്കുയിൽ. നീലക്കുയിലിന് കിട്ടിയിരിക്കുന്നത് വെള്ളി മെഡലാണ്, എന്നാൽ ചെമ്മീന് കിട്ടിയിരിക്കുന്നത് സ്വർണ്ണ മെഡലാണ്. അങ്ങനെ നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. ഇനി ഏതാണ് ബാലൻ? 1938 പുറത്തിറങ്ങുന്ന സിനിമയാണ് ബാലൻ. എസ് നെട്ടാമണിയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. പാഴ്സി വംശജനായിട്ടുള്ള എസ് നെട്ടാമണി സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ് ബാലൻ. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം ഏത് എന്ന് ചോദിക്കും. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രമാണ് ബാലൻ. എസ് നെട്ടാമണി സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ് ബാലൻ അല്ലേ. ഇനി ഇത് മറ്റൊരു ചോയ്സ് വിഗതകുമാരനാണ്. വിഗതകുമാരൻ 1928 പുറത്തിറങ്ങുന്ന സിനിമയാണ് എന്ത്? വിഗതകുമാരൻ. വിഗതകുമാരൻ. അപ്പൊ വർഷങ്ങളൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. വർഷങ്ങളൊക്കെ പഠിച്ചു വെക്കുക. 1928 വിഗതകുമാരൻ അല്ലേ. JC ഡാനിയൽ സംവിധാനം ചെയ്ത സിനിമയാണ്. JC ഡാനിയൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന JC ഡാനിയൽ നിങ്ങൾ കേട്ടിരിക്കും. അതിൽ അദ്ദേഹം തന്നെയാണ് നിർമ്മാതാവും, അദ്ദേഹം തന്നെയാണ് തിരക്കഥയും, അദ്ദേഹം തന്നെയാണ് അത് സംവിധാനം ചെയ്തതും. സിനിമ മൊത്തത്തിൽ അണിയിച്ചൊരുക്കിയത് ആരാണ്? JC ഡാനിയലാണ് അല്ലെ. ക്യാപിറ്റോൾ തിയേറ്ററിൽ തിരുവനന്തപുരത്ത് അത് അരങ്ങേറുകയുണ്ടായി അല്ലെ. PK റോസിയാണ് അതിൽ നായികയായിട്ട് അഭിനയിച്ചത്. PK റോസി. വലിയ വിവാദവും പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. അങ്ങനെ സിനിമ കൊണ്ട് ആകപ്പാട് ദാരിദ്ര്യത്തിലേക്ക് പോവുകയാണ് JC ഡാനിയൽ വരുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി JC ഡാനിയൽ പുരസ്കാരം നൽകുന്നുണ്ട് എന്നും നമുക്കറിയാം. ഇതെല്ലാമാണ് നമ്മൾ ഈ ഒരു ചോദ്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടുന്ന കാര്യം. അപ്പോൾ ചോദ്യം എന്താണ്? പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ സിനിമ ഏതാണ്? ചെമ്മീൻ ആണ് ശരി ഉത്തരം. ഓക്കെ. ഇതേപോലെ ഒരു ചോദ്യം ചർച്ച ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ ചോദ്യം, കേരളത്തിലെ രണ്ടാമത്തെ നിശബ്ദ ചിത്രം ഏതാണ്? നോക്കൂ നിങ്ങൾ, രണ്ടാമത്തെ നിശബ്ദ ചിത്രം. ഒന്നാമത്തെ നിശബ്ദ ചിത്രം എന്നല്ല, ചോദ്യം ശരിക്കും വായിക്കണം. രണ്ടാമത്തെ നിശബ്ദ ചിത്രം ഏതാണ് എന്നാണ്. ഉത്തരം നൽകിയിട്ടുള്ളത് വിഗതകുമാരൻ, ജ്ഞാനാംബിക, മാർത്താണ്ഡവർമ്മ, ബാലൻ അല്ലേ. പറഞ്ഞോളൂ, നിങ്ങൾക്ക് ഉത്തരം പറയാനുള്ള അവസരമാണ്. നിങ്ങൾ മനസ്സിൽ ഉത്തരം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞ ഉത്തരം മാർത്താണ്ഡവർമ്മ എന്നല്ലേ? നിങ്ങളുടെ ഉത്തരം ശരിയാണ്. മാർത്താണ്ഡവർമ്മയാണ് എന്ത്? കേരളത്തിലെ രണ്ടാമത്തെ നിശബ്ദ ചിത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ വർഷം 1933 ആണ് അല്ലെ. 1933 ആണ്. അപ്പൊ 1928, 1933 അല്ലെ. ഇങ്ങനെയാണ് കൊല്ലം. ഇത് മറ്റൊരു പ്രത്യേകതയുമുണ്ട്. രണ്ടാമത്തെ നിശബ്ദ ചിത്രം എന്നുള്ളതല്ല, ഒരുപക്ഷെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു നോവലിനെ ആസ്പദമാക്കി ഉണ്ടായിട്ടുള്ള സിനിമയാണ് മാർത്താണ്ഡവർമ്മ. നമുക്കറിയാം 1891 മറ്റോ CV രാമൻപിള്ള പ്രസിദ്ധീകരിക്കുന്ന നോവലാണല്ലോ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിന്റെ വർണ്ണോജ്വലമായ ചരിത്രത്തെ അടിസ്ഥാനമാക്കി CV എഴുതിയ 3 ചരിത്ര നോവലുകളിൽ ആദ്യത്തേതായിരുന്നു മാർത്താണ്ഡവർമ്മ. ഈ മാർത്താണ്ഡവർമ്മയെ അടിസ്ഥാനമാക്കിയിട്ടാണ് PV റാവു എന്ത് ചെയ്യുന്നത്? ഈ സിനിമ പുറത്തിറക്കുന്നത്. ആരാണ്? PV റാവു. ഈ സിനിമ ഒരുപക്ഷെ മലയാളത്തിൽ സിനിമയാക്കപ്പെടുന്ന ആദ്യത്തെ നോവലും ഏതാണ്ട് മാർത്താണ്ഡവർമ്മയാണ്. അനുവർത്തനം ചെയ്യപ്പെട്ടു എന്നാണ് ആ വാക്ക്. അനുവർത്തനം ചെയ്യപ്പെടുക എന്നാണ് അതിന് പറയുക അല്ലേ. പിന്നീട് ഒരുപാട് നോവലുകൾ സിനിമയായിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടിടങ്ങഴിയും, അതേപോലെ തന്നെ ഈ ഓളവും തീരും, ഒരുപാട് നോവലുകൾ പിന്നീട് വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാർത്താണ്ഡവർമ്മയാണ്. ആദ്യമായിട്ടൊരു നോവൽ എന്താവുകയാണ്? സിനിമയാവുകയാണ്. പക്ഷെ അത് വലിയ റെക്കോർഡ് കളക്ഷൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൊല്ലം 1933 PV റാവു ആണത് സിനിമ അണിയിച്ചൊരുക്കുന്നത്. അപ്പൊ ഏതാണ് ശരി ഉത്തരം? മാർത്താണ്ഡവർമ്മയാണ് ശരി ഉത്തരം.
പിന്നെ വിഗതകുമാരൻ നമ്മൾ പറഞ്ഞു ആദ്യത്തെ നിശബ്ദ ചിത്രമാണ്, ആദ്യത്തെ സിനിമയാണ്, 1928 JC ഡാനിയലാണ്, ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി ജ്ഞാനാംബിക എന്ന് പറഞ്ഞത് 1940 പുറത്തിറങ്ങുന്ന സിനിമയാണ് ജ്ഞാനാംബിക. ഒരുപക്ഷെ രണ്ടാമത്തെ ശബ്ദചിത്രം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അതും എസ് നെട്ടാമണിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് അല്ലെ. എസ് നെട്ടാമണിയാണ് അല്ലെ. നെട്ടോണി എന്നും നെട്ടാമണി എന്നും ഒക്കെ പറയും അല്ലെ. എസ് നെട്ടാമണിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ജ്ഞാനാംബിക ഓർമ്മിക്കണം, പേരോർമ്മിക്കണം. ജ്ഞാനാംബിക എന്നാണ് പേര്. ഇനി ബാലൻ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതും മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രമാണ്. അതിന്റെ കാര്യങ്ങളും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. അപ്പോൾ ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? മാർത്താണ്ഡവർമ്മയാണ്. 1933 മാർത്താണ്ഡവർമ്മ. പിന്നീട് ഒരുപാട് നോവലുകളെ അടിസ്ഥാനമാക്കി ഒരുപാട് സിനിമകൾ മലയാളത്തിൽ ഉണ്ടായി. അതിന് തുടക്കം കുറിക്കുന്നത് മാർത്താണ്ഡവർമ്മയാണ്. അടുത്ത ചോദ്യത്തിലേക്ക്. മൂന്നാമത്തെ ചോദ്യം, അടൂർ ഗോപാലകൃഷ്ണൻ ചലച്ചിത്രാനുവർത്തനത്തിന് സ്വീകരിച്ച 2 നോവലിസ്റ്റുകൾ ആരെല്ലാമാണ്? 2 നോവലിസ്റ്റുകൾ ആര് എന്നാണ്. നോക്കൂ, നെറ്റ് 2012 ചോദിച്ച ചോദ്യമാണ്. നെറ്റ് പരീക്ഷയ്ക്കുള്ള ഒരു ചോദ്യമാണ്. സിനിമയിൽ നിന്നുള്ള ചോദ്യങ്ങൾ എല്ലാ പരീക്ഷയ്ക്കും വരുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. LDC പരീക്ഷയ്ക്കായാലും അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് പരീക്ഷയ്ക്കായാലും സിനിമയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്, തിരക്കഥയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്, നടന്മാർക്ക് ദേശീയ പുരസ്കാരം കിട്ടിയ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ സിനിമ നമ്മുടെ ഒരു പ്രധാന ചോദ്യ മേഖലയാണ്. അടൂർ ഗോപാലകൃഷ്ണൻ ചലച്ചിത്രാനുവർത്തനത്തിന് സ്വീകരിച്ച 2 നോവലിസ്റ്റുകൾ ആരെല്ലാമാണ്? NP മുഹമ്മദ് സക്കറിയ, MT ബഷീറും, കാക്കനാടനും തകഴിയും, ബഷീറും സക്കറിയായും. ഉത്തരം പറയാനുള്ള അവസരമാണ്. ഉത്തരം പറഞ്ഞോളൂ. യെസ്, നിങ്ങൾ ഉത്തരം പറഞ്ഞിരിക്കുന്നു അല്ലെ. നിങ്ങൾ പറഞ്ഞ ഉത്തരം ഏതാണ്? ഡി ഓപ്ഷൻ കറക്റ്റ് ആൻസർ. ഏതാണ്? ബഷീറും സക്കറിയയുമാണ് എന്ത് ചലച്ചിത്രാനുവർത്തനത്തിന് അടൂർ സ്വീകരിച്ചിട്ടുള്ള 2 നോവലിസ്റ്റുകൾ തന്നിട്ടുള്ളതിൽ. നമുക്കറിയാം, ബഷീറിന്റെ മതിലുകൾ എന്ന കൃതി, മതിലുകൾ അല്ലെ, മമ്മൂട്ടിയെ വെച്ചുകൊണ്ട്, മമ്മൂട്ടിയെ പ്രധാന കഥാപാത്രമാക്കിക്കൊണ്ട് ഉള്ള മതിലുകൾ എന്ന സിനിമ വളരെ പ്രധാനപ്പെട്ടതാണ്. ദേശീയ പുരസ്കാരം ഒക്കെ കിട്ടിയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ബഷീറിന്റെ മതിലുകൾ ആണ്. പിന്നെ സക്കറിയായുടെ വിധേയൻ എന്ന് പറയുന്ന സിനിമയാണ്. വിധേയൻ ഏതാണ്? ഭാസ്കര പട്ടേലരും എന്റെ ജീവിതവും എന്ന അദ്ദേഹത്തിന്റെ കൃതിയെ അടിസ്ഥാനമാക്കി ഉണ്ടായ സിനിമയാണ് ഏത്? വിധേയൻ. ഇങ്ങനെ അടൂർ സ്വീകരിച്ചിട്ടുള്ള 2 നോവലിസ്റ്റുകൾ ആരെല്ലാമാണെന്ന് ചോദിച്ചാൽ ബഷീറും സക്കറിയയുമാണ് എന്ന് നമുക്ക് മനസ്സിലായി. അടൂർ നിങ്ങൾ ശ്രദ്ധിക്കണം, അടൂർ നല്ല ഒരു ചോദ്യ മേഖലയാണ്. അടൂരിന്റെ സ്വയംവരം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സിനിമകളും, എലിപ്പത്തായമായാലും കൊടിയേറ്റമായാലും ഒക്കെ ഇങ്ങോട്ട് വരുന്ന നിഴൽക്കുത്ത് പോലെ സിനിമകളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അടൂർ നിങ്ങൾ പ്രത്യേകമായിട്ട് എടുത്ത് പഠിച്ചോളൂ കേട്ടോ. എപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലേ. യെസ്. അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക്. 4ാമത്തെ ചോദ്യം, പുട്കോവിന്റെ, വിദേശ എഴുത്തുകാരനാണ്. പുട്കോവിന്റെ വിഖ്യാതമായ ഫിലിം ടെക്നിക്ക് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഇത് നമുക്ക് അല്പം ഒരു പ്രയാസമുണ്ടാക്കുന്ന ചോദ്യമാണ്. അരവിന്ദൻ വല്ലച്ചിറ, വിജയകൃഷ്ണൻ, MA റഹ്മാൻ, MA വർക്കി എന്ന 4 ഉത്തരമാണ് നൽകിയിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് ഉത്തരം പറയാനുള്ള സമയമാണ്. പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞ ഉത്തരം MA വർക്കി എന്നാണെങ്കിൽ നിങ്ങളുടെ ഉത്തരം ശരിയാണ്. അതായത് ഇതും നെറ്റ് പരീക്ഷയ്ക്ക് 2005 ചോദിച്ച ചോദ്യമാണ്. പുട്കോവിന്റെ വിഖ്യാതമായ ഫിലിം ടെക്നിക്ക് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് MA വർക്കിയാണ്. അപ്പം സിനിമയെ കുറിച്ചിട്ടുള്ള പുസ്തകങ്ങൾ, വിദേശ സിനിമയിൽ നിന്ന് വിവർത്തനം ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മുടെ ചോദ്യമാണ്. ഇക്കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഇക്കഴിഞ്ഞ ദിവസം സെറ്റ് പരീക്ഷയ്ക്ക് വെച്ചിട്ട് സിനിമയുടെ വ്യാകരണം എന്ന പുസ്തകം ചോദിച്ചിട്ടുണ്ട്. ലോക സിനിമയുടെ ചരിത്രം എന്ന് പറയുന്ന മറ്റൊരു പുസ്തകവും ഈ അടുത്ത കാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അപ്പൊ പ്രധാനപ്പെട്ട സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങളെല്ലാം നമ്മൾ പഠിച്ചു വെക്കണം എന്നുള്ളതാണ് ഈ ചോദ്യം നൽകുന്ന സൂചന. അടുത്ത ചോദ്യത്തിലേക്ക്. 5ാമത്തെ ചോദ്യം, തന്മാത്ര എന്ന സിനിമയുടെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ആരാണ്? അല്ലെ. അപ്പോൾ സിനിമ, സംവിധാനം, തിരക്കഥ, ഞാൻ പറഞ്ഞല്ലോ ഈ സംവിധാനം ചെയ്തത് ആര്, തിരക്കഥ രചിച്ചത് ആര് എന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ ഒന്ന് നോക്കണം. തന്മാത്ര എന്ന സിനിമയുടെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ആരാണ്?
4 പ്രസിദ്ധ സംവിധായകരെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ബ്ലസ്സി, അടൂർ ഗോപാലകൃഷ്ണൻ, ഷാജിയൻ കരുൺ, പ്രിയദർശൻ. ഇവരെല്ലാം മലയാളത്തിലെ മികച്ച സംവിധായകന്മാരാണ് നമുക്കറിയാം. പക്ഷെ തന്മാത്ര എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര് എന്നല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ആരാണ്? ശരി ഉത്തരം പറയാനുള്ള അവസരമാണ്. ഉത്തരം പറഞ്ഞോളൂ. അതെ, നിങ്ങൾ പറഞ്ഞ ഉത്തരം ഏതാണ്? ബ്ലസ്സി എന്നാണ്, അല്ലെ? ബ്ലസ്സി സംവിധാനം ചെയ്ത സിനിമയാണ് ഏത്? തന്മാത്ര. തിരക്കഥയ്ക്കെല്ലാം ബ്ലസ്സിക്ക് അതിൽ സംസ്ഥാന പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. മോഹൻലാലിന്റെയും മീര വാസുദേവ് ആണെന്ന് തോന്നുന്നു അതിൽ നായികയായിട്ട് മോഹൻലാലെല്ലാം അഭിനയിച്ചിട്ടുള്ള. നമുക്ക് ഓർമ്മയില്ലേ ഈ ഫ്രിഡ്ജിനകത്ത് പിന്നെ ഫയൽ കൊണ്ട് വെക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേ? അപ്പം അത് ഒരുവിധ ആളെല്ലാം വന്ന് മലയാളത്തിൽ കണ്ട നല്ല കളക്ഷൻ ഉണ്ടായിട്ടുള്ള സിനിമയായിരുന്നു, അല്ലെ? അൾഷിമേഴ്സ് രോഗം എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, അത് കുടുംബത്തിൽ ഉണ്ടാക്കുന്ന അലോസരങ്ങൾ എന്തെല്ലാമാണ് എന്ന് വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുള്ള ബ്ലസ്സിയുടെ ഒരു സിനിമയായിരുന്നു ഏത്? തന്മാത്ര. ഇതുപോലെ ജനപ്രിയ സിനിമകളുടെ സംവിധായകനെയും അതിന്റെ തിരക്കഥയെയും കുറിച്ചെല്ലാം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അടുത്ത ചോദ്യത്തിലേക്ക്. 6ാമത്തെ ചോദ്യം, പെരുവഴി അമ്പലം നോവൽ തിരക്കഥ ആരുടേത്? പെരുവഴി അമ്പലം നോവൽ തിരക്കഥ ആരുടേത്? അപ്പൊ നോവൽ ഒരാളുടേതാണ്, തിരക്കഥ ഒരാളുടേതാണ്, അല്ലെ? സംവിധാനവും അയാൾ തന്നെയാണ്. സംവിധാനം, അല്ലെ? പെരുവഴി അമ്പലം ആരാണ്? പത്മരാജൻ, അടൂർ ഗോപാലകൃഷ്ണൻ, ബ്ലസ്സി, ഭരതൻ. ഇപ്പൊ പത്മരാജനും അടൂർ ഗോപാലകൃഷ്ണൻ രണ്ട് ഉത്തരങ്ങൾ തമ്മിൽ നമുക്കൊരു തർക്കമുള്ളൂ. അപ്പോൾ നമ്മൾ തർക്കം പരിഹരിച്ചിരിക്കുന്നു. ആരാണ്? പത്മരാജനാണ് ശരി ഉത്തരം. പെരുവഴി അമ്പലം വളരെയധികം അവാർഡുകളെല്ലാം കിട്ടിയിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അതിന്റെ നോവലും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ആരാണ്? പത്മരാജനാണ്. അപ്പോൾ അത് വളരെ ലളിതമായ ഒരു ചോദ്യമാണ്, നമുക്ക് അറിയാവുന്ന ഒരു ഉത്തരമായിരുന്നു അത്, അല്ലേ? ഓക്കെ. കൃത്യമായി ചേരുന്നത് ഏത്? കൃത്യമായി യോജിക്കുന്നത് ഏത്? എ. നിർമാല്യം PN മേനോൻ, ബി. ഓളവും തീരവും MT വാസുദേവൻ നായർ, സി. അഗ്നിസാക്ഷി ഭരതൻ, ഡി. മതിലുകൾ പത്മരാജൻ. ഇതിൽ ഏറ്റവും യോജിക്കുന്ന ഒരു ഉത്തരമേ ഉള്ളൂ, അല്ലെ? നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാകും ആ ഉത്തരം എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ കണ്ടെത്തിയ ഉത്തരം ഏതാണ്? ഓളവും തീരവും MT വാസുദേവൻ നായരാണ്. ഓളവും തീരവും MT വാസുദേവൻ നായരാണ്. ഇനി നിർമാല്യം ആരുടെ സിനിമയല്ല? PN മേനോന്റെ സിനിമയല്ല. നിർമാല്യം ആരുടേതാണ്? നിർമാല്യം MT സംവിധാനം ചെയ്ത സിനിമയാണ്. 1973 അതിന് എന്ത് കിട്ടിയിട്ടുണ്ട്? ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. PJ ആന്റണിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം കിട്ടിയ സിനിമയാണ്, അല്ലെ? PJ ആന്റണിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം കിട്ടിയ സിനിമയാണ് നിർമാല്യം. MT സംവിധാനം ചെയ്ത ആദ്യ സിനിമയാണ് നിർമാല്യം. MT 6 സിനിമകളാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ ഓർക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് ഏത്? നിർമാല്യം. ഒരു വെളിച്ചപ്പാടിനെയാണ് അതിൽ അവതരിപ്പിക്കുന്നത്. ആര്? PJ ആന്റണി. അദ്ദേഹത്തിന്റെ മികച്ച അഭിനയത്തിന് ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നിർമാല്യത്തിന്റെ ഒരു പ്രത്യേകത. LDC പരീക്ഷയ്ക്ക് മുമ്പ് ഇതിൽ നിന്നൊരു ചോദ്യം വന്നത് ഞാൻ ഓർക്കുന്നു. നിർമാല്യം എന്ന MTയുടെ സിനിമയ്ക്ക് ആധാരമായ കഥ ഏതാണ് എന്നുള്ളതാണ്. MTയുടെ തന്നെ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കഥയെ അടിസ്ഥാനമാക്കി അദ്ദേഹം തന്നെ തിരക്കഥ നിർവഹിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഇത്? നിർമാല്യം. അദ്ദേഹം തന്നെയാണ് അത് സംവിധാനം ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ഓർമ്മിക്കുക. നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കുക, ഈ HSA പരീക്ഷയ്ക്ക് MTയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്നുകിൽ അദ്ദേഹത്തിന്റെ അനേകം തിരക്കഥകളിൽ നിന്നൊന്ന്, അദ്ദേഹം സംവിധാനം ചെയ്ത 6 സിനിമകളിൽ നിന്നൊന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചെറുകഥകളിൽ നിന്നൊന്ന്, അദ്ദേഹത്തിന്റെ നോവലിലെ സംഭാഷണങ്ങൾ ഏതെങ്കിലും ഒന്ന് ഈ പ്രാവശ്യം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിൽ നിന്നൊരു ചോദ്യം ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ നിർമാല്യം MT ആണ്. ഇനി അഗ്നിസാക്ഷി ആരുടേതാണ്? അഗ്നിസാക്ഷി എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ശ്യാമപ്രസാദാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്, അല്ലെ? ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന് പറയുന്ന അതേ പേരുള്ള നോവലിനെ അടിസ്ഥാനമാക്കിയിട്ട് ശ്യാമപ്രസാദ് സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ് ഏത്? അഗ്നിസാക്ഷി നമുക്ക് മറന്നു പോവില്ല. കാരണം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ആദ്യകാല നോവലുകളിൽ ഒന്നാണ് എന്ത്? അഗ്നിസാക്ഷി.
കാരണം 1977 വയലാർ പുരസ്കാരമടക്കം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരം നേടിയിട്ടുള്ള ആദ്യകാല നോവലുകളിലൊന്നാണ് ഏത് അഗ്നിസാക്ഷി. അപ്പൊ നമുക്കത് മറന്നുപോകാൻ സാധ്യതയില്ല. പിന്നെ അടുത്തത് മതിലുകൾ. പത്മരാജൻ അല്ല, മതിലുകൾ ആരാണ്? അടൂരിൻ്റെതാണ് അല്ലെ, അടൂർ സംവിധാനം ചെയ്തതാണ് ഏത് മതിലുകൾ അല്ലെ. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ എ കോളം ബി കോളം പൂരിപ്പിക്കുവാനുള്ള ചോദ്യങ്ങളെല്ലാം നമുക്ക് വരാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കേണ്ടതാണ്. എട്ടാമത്തെ ചോദ്യം, സക്കറിയായുടെ ഭാസ്കര പട്ടേലരും എന്റെ ജീവിതവും എന്ന രചനയെ ആധാരമാക്കി അടൂർ സംവിധാനം ചെയ്ത സിനിമ ഏത് എന്നുള്ളതാണ്. നമ്മളിത് നേരത്തെ സൂചിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മുഖാമുഖം, നിഴൽക്കുത്ത്, വിധേയൻ, എലിപ്പത്തായം എന്നിവയാണ്. അപ്പോൾ ഭാസ്കര പട്ടേലരും എന്റെ ജീവിതവും എന്നുള്ളതിനെ ആസ്പദമാക്കി വിധേയൻ എന്ന സിനിമയാണ് പുറത്തു വന്നിട്ടുള്ളത്. വിധേയൻ വളരെ പ്രസിദ്ധമായ സിനിമയാണ്. അതിൽ ദേശീയ പുരസ്കാരമടക്കം സംസ്ഥാന പുരസ്കാരമടക്കം ലഭിച്ചിട്ടുള്ള ഒരു സിനിമയാണ് വിധേയൻ. മുഖാമുഖം അടൂരിൻ്റെ തന്നെ സിനിമയാണ് ഏത് മുഖാമുഖം. നിഴൽക്കുത്ത് അല്ലെ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എല്ലാം അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് നിഴൽക്കുത്ത്, അതും വളരെ പ്രസിദ്ധമാണ്. പിന്നെ എലിപ്പത്തായം കാൻ ഫിലിം മേളയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് ഏത് എലിപ്പത്തായം. അദ്ദേഹത്തിന്റെ മൂന്നാമത് സിനിമ മറ്റോ ആണ് എലിപ്പത്തായം, അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സക്കറിയായുടെ ഭാസ്കര പട്ടേലരും എന്റെ ജീവിതവും എന്ന രചനയെ ആധാരമാക്കി അടൂർ സംവിധാനം ചെയ്ത സിനിമ വിധേയനാണ് ശരിയുത്തരം. ഒൻപതാമത്തെ ചോദ്യം, യുക്തമായ സമീകരണം ഏത്? ഏറ്റവും നന്നായി യോജിച്ച ഒരു ഉത്തരം ഇതിനകത്തുണ്ട്, അതാണ് യുക്തമായ സമീകരണം ഏത്? പള്ളിവാളും കാൽച്ചിലമ്പും ഭാർഗവീ നിലയം, ഭാസ്കര പട്ടേലരും എന്റെ ജീവിതവും നിർമാല്യം, നീലവെളിച്ചം വിധേയൻ, സ്മാരകശിലകൾ രാമാനം എന്ന് 4 ഉത്തരങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും നന്നായി യോജിച്ചിരിക്കുന്നത് ഏത് എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം പറയാനുള്ള അവസരമാണ്. പറഞ്ഞോളൂ, നിങ്ങൾ പറഞ്ഞ ഉത്തരം ഏതാണ്? സ്മാരകശിലകൾ രാമാനം എന്നുള്ളതാണ് ഏറ്റവും ശരിയായ ഉത്തരം. ഇത് അത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു സിനിമയല്ല, നമ്മൾ അത്രയൊന്നും കേട്ടിട്ടില്ല ആ സിനിമയെക്കുറിച്ച്. സ്മാരകശിലകൾ എന്ന് പറയുന്നത് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ നോവലാണ്. ആ നോവലിനെ ബേസ് ചെയ്തുകൊണ്ട് MP സുകുമാരൻ നായർ, എന്താ അദ്ദേഹത്തിന്റെ പേര്? MP സുകുമാരൻ നായർ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ് രാമാനം എന്ന് പറയുന്നത് അല്ലെ. അത് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ നോവലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ സിനിമ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ശരിയുത്തരം ഏതാണ്? സ്മാരകശിലകൾ രാമാനം എന്നുള്ളതാണ് ശരിയുത്തരം. ഇനി പള്ളിവാളും കാൽച്ചിലമ്പും ഏതാണ്? പള്ളിവാളും കാൽച്ചിലമ്പും ഉത്തരം വരുന്നത് നിർമാല്യമാണ്. നമ്മളിപ്പോ പറഞ്ഞു, നിർമാല്യം എന്ന് പറയുന്ന സിനിമയാണ്, MT ആണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഭാസ്കര പട്ടേലരും എന്റെ ജീവിതവും ഏതാണ്? വിധേയൻ എന്നുള്ള സിനിമയാണ് വിധേയൻ. നീലവെളിച്ചം ഏതാണ്? ഭാർഗവീ നിലയമാണ് നീലവെളിച്ചം. അത് ബഷീറിന്റെ തന്നെ ഒരു കഥയെ അടിസ്ഥാനമാക്കി അദ്ദേഹത്തിന്റെ തന്നെ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ വരുന്ന സിനിമയാണ് ഇത് ഭാർഗവീ നിലയം എന്ന് പറയുന്നത്. അപ്പോ ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അടുത്ത ചോദ്യം, നക്സൽ പ്രസ്ഥാനവുമായി നേരിട്ട് ബന്ധിപ്പിച്ച പ്രമേയത്തെയും കഥാപാത്രത്തെയും സന്നിവേശിപ്പിച്ചിട്ടുള്ള 2 മലയാള സിനിമകൾ ഏതെല്ലാമാണ് എന്നാണ് അല്ലെ. 2 മലയാള സിനിമ നക്സൽ പ്രസ്ഥാനവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള പ്രമേയവും കഥാപാത്രങ്ങളും ഉൾക്കൊള്ളുന്ന 2 സിനിമകൾ, 8 സിനിമകളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അനുഭവങ്ങൾ പാളിച്ചകൾ, ലാൽ സലാം. പഞ്ചാഗ്നി, കബനി നദി ചുവന്നപ്പോൾ, ഉപ്പ്, കാറ്റത്തെ കിളിക്കൂട്, അറബിക്കഥയെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് നക്സൽ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു സിനിമയൊന്നുമല്ല. ശ്രീനിവാസനല്ലേ അറബിക്കഥയിൽ അല്ലെ. അപ്പോൾ ശരിയുത്തരം ഏതാണ്? നിങ്ങൾക്ക് ശരിയുത്തരം പറയാനുള്ള അവസരമാണ്, പറഞ്ഞോളൂ. ശരിയുത്തരം പഞ്ചാഗ്നി, കബനി നദി ചുവന്നപ്പോൾ എന്നുള്ളതാണ് അല്ലെ. പഞ്ചാഗ്നി MTയും ഹരിഹരനും ചേർന്ന് ഒരുക്കിയ സിനിമയാണ് പഞ്ചാഗ്നി. MT പ്ലസ് ഹരിഹരൻ
യുടെ കഥയിൽ ഹരിഹരൻ സംവിധാനം മലയാളത്തിലെ ഏറ്റവും നല്ല ജോഡികളായിരുന്നു MT ഹരിഹരൻ. MTയുടെ സിനിമകൾ ഏറ്റവും കൂടുതൽ സംവിധാനം ചെയ്തിട്ടുള്ളത് ഹരിഹരനാണ് എന്നുള്ളതാണ് അല്ലെ അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോ അതില് മോഹൻലാല്, ഗീത, പിന്നെ നെടുമുടി വേണു, തിലകൻ ഇവരൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഏത് പഞ്ചാഗ്നി. അത് വളരെയധികം കലക്ഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. ഇനി കബനി നദി ചുവന്നപ്പോൾ എന്നുള്ളത് മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ സിനിമ കൂടിയാണ്. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ സിനിമ കൂടിയാണ് ഏത് കബനി നദി ചുവന്നപ്പോൾ. ആദ്യത്തെ രാഷ്ട്രീയ സിനിമയാണ്. രാഷ്ട്രീയ സിനിമ എന്നും ചിലർ അതിനെ പറയുന്നുണ്ട്. PA ബക്കർ സംവിധാനം ചെയ്തുള്ള സിനിമയാണ്. PA ബക്കർ അല്ലെ, PA ബക്കർ സംവിധാനം ചെയ്ത സിനിമയാണ്. തുടക്കത്തിൽ 1976 ഇതിന്റെ കൊല്ലം, 1976 എന്നാൽ പഞ്ചാഗ്നി വരുന്നത് 1986 പഞ്ചാഗ്നി വരുന്നത്. ഇത് 1976 വരുന്നത്. ഏത് കബനി നദി ചുവന്നപ്പോൾ എന്നുള്ളത് അതെല്ലാം നമ്മൾ ഓർത്തു വെക്കണം. PA ബക്കറിന്റെ സിനിമയാണ്. ചില ഒച്ചപ്പാടുകളെല്ലാം കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു സിനിമയായിരുന്നു ഏത് കബനി നദി ചുവന്നപ്പോൾ എന്നുള്ളത്. അവ രണ്ടും നക്സൽ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സിനിമകളായിരുന്നു എന്നുള്ളതാണ് അല്ലെ. ഓക്കെ, അപ്പോ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ 10 ചോദ്യങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട് എങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം വരും എന്നുള്ളതിന് നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പരീക്ഷ അത്രയൊന്നും ദൂരെയല്ല എന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. സിലബസിലെ ഓരോ ഭാഗങ്ങളും പടിപടിയായി വായിച്ച് ചെറിയ ചെറിയ കുറിപ്പുകൾ തയ്യാറാക്കി മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് HSA പരീക്ഷയ്ക്ക് നല്ല മാർക്കോടുകൂടി ജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. പരീക്ഷ താമസിയാതെ വരും. പരീക്ഷയുടെ 1.5-2 മാസം ഇപ്പുറമായിരിക്കും നമുക്ക് പുതുക്കിയ സിലബസ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതുവരെയുള്ള സിലബസ് പ്രകാരമുള്ള ഭാഗങ്ങളെല്ലാം റെഡിയാക്കി നിർത്തുക. നന്ദി, നമസ്കാരം.